അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ അല്ല, തെലങ്കാനയിലെ വാറങ്കലിൽ നിന്നുള്ള 3-ാം ഘട്ട വീഡിയോയാണ്. ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയി അമ്മയെ കണ്ട് തൊഴാൻ സാധിച്ചു. അതിൻ്റെ പ്രതീകമാണ് എൻ്റെ നെറ്റിയിൽ കണ്ട ആ സിന്ദൂരക്കുറി. അങ്ങനെ ഇത് ഒരു ഗോശാല പോലെയാണ്. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹവും 2 പശുക്കളെ പരിപാലിക്കുന്നതൊക്കെ ആയിട്ട് ഒരു സംവിധാനമാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ തടാകത്തിൻ്റെ കാര്യം. ഭദ്രകാളി തടാകമാണ് കാണുന്നത്. പക്ഷേ അങ്ങോട്ടൊക്കെ ഇറങ്ങാനുള്ള ഒരു വഴി എവിടെയൊക്കെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ്, നമുക്ക് വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്, പ്രതീതിയാണ് നമുക്ക് തരുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം. അങ്ങനെ ക്ഷേത്രത്തിൽ അമ്മയെ കണ്ട് തൊഴുത് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ പാദരക്ഷകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. തികച്ചും സൗജന്യമാണ് കേട്ടോ. പാദരക്ഷകൾ സൂക്ഷിക്കുന്ന തികച്ചും സൗജന്യമാണ്. യാതൊരുവിധ ഫീസുകളും അവിടെ ഇല്ല. ഞാൻ എൻ്റെ പാദരക്ഷകൾ ഇട്ട് ഞാൻ വീണ്ടും നമ്മുടെ വാറങ്കലിലേക്ക് പോവുകയാണ്. എനിക്കിനി തിരിച്ച് റൂമിലെത്തി. അതുപോലെ തിരിച്ച് പോകുന്ന വഴിക്കൊരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെ ഒന്ന് കയറണം. ശരിക്കും ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് കാണുന്നത്. കാരണം ഞാനിതുപോലെ കേരള എക്സ്പ്രസ്സിൽ ഫരീദാബാദിൽ നിന്ന് കയറാനും പെട്ടെന്ന് എനിക്കെന്തോ വാറങ്കലിൽ ഇറങ്ങാൻ തോന്നിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ വലിയൊരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും ദേവിയെ കാണുവാൻ സാധിച്ചതൊക്കെ. ഇതുപോലെ മുന്നേ ഒരു യാത്രയിൽ ഇതുപോലെ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയിൽ മൂകാംബികയിൽ ഞാൻ എത്തിപ്പെട്ടതൊക്കെ ഇങ്ങനെ ഒരു നിമിത്തമാണ്. എല്ലാം അത് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മൂകാംബികയിൽ പോയി അമ്മയെ കാണാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ നിമിത്തങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഭിക്ഷക്കാർ ഇവിടെയൊക്കെ അല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഭിക്ഷാടന മാഫിയ കുറച്ച് കുറവുള്ളത്. അത് കുറച്ച് അധികം പിന്നെ ഉള്ളത് വച്ചിട്ട് അമ്പലത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരികെ ഇറങ്ങി. ഇതാണ് നമ്മുടെ ക്ഷേത്രം. നിങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് തൊഴുക. ഇതാണ് ഞാൻ പറഞ്ഞ നരസിംഹസ്വാമി ക്ഷേത്രം. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കയറുന്ന വഴിക്ക് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, ഇവിടെ വീഡിയോ അലോഡാണെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ പടികൾ കയറുകയാണ്. ഈ രണ്ട് സൈഡും മുഴുവൻ പാറകളാണ് ഇവിടെ കേട്ടോ. ഈ പറയുന്ന പ്രദേശം മുഴുവൻ പാറകളാണ്. നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ ആനപ്പാറ പോലെ അതുപോലെയുള്ള പാറകളാണ്. ഇങ്ങനെ വലിയ അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. കുറച്ചധികം കയറണം. ഇന്നിവിടെ എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു. അത് പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണ്. ഒന്നോർത്ത് നോക്കുകയാണെന്ന് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പടികൾ കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എത്തുന്നത്, ഞാൻ പത്തനംതിട്ട അടൂർ തെങ്ങോം സ്വദേശിയാണ്. നമ്മുടെ തെങ്ങോത്തിനടുത്താണ് ആനേടി ക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രം. കാരണം 100-ൽ പരം ഗജവീരന്മാർ അണിനിരക്കുന്ന വലിയ പൂരമൊക്കെ നടക്കുന്ന ക്ഷേത്രം. അവിടെയും ഇവിടെ ഞാൻ കാണാൻ പോകുന്ന നരസിംഹസ്വാമി തന്നെയാണ് ആ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ രാവിലെ വലിയ പൂജകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിയും. ക്ഷേത്രത്തിനകത്ത് വീഡിയോ അലൗഡല്ല. അപ്പോൾ ഞാൻ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് തിരിച്ച് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മുടെ വാറങ്കൽ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇവിടെ മുഴുവൻ ധാന്യങ്ങൾ വിൽക്കുന്ന കടകളാണ് ഏറ്റവും കൂടുതൽ. ധാന്യങ്ങൾ, അതായത് മറ്റ് വിത്തുകൾ, എല്ലാ ഷോപ്പുകളും. നമ്മളിപ്പോൾ മൂന്നാറിലൊക്കെ പോയാൽ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ തേയില വ്യാപാരം ചെയ്യുന്ന കടകളാണ്. അതുപോലെയാണ് ഇവിടെ മുഴുവൻ ധാന്യങ്ങൾ വിൽക്കുന്ന കടകളാണ്. അപ്പോൾ അവിടെ അതൊക്കെ ചുറ്റികളൊന്ന് കണ്ടതിന് ശേഷം വിശക്കുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ കഴിക്കാനായിട്ട് ഞാനിങ്ങനെ കട തിരക്കി നടക്കുകയാണ്. അങ്ങനെയാണ് നടക്കുമ്പോൾ ചെറിയ തട്ടുകട കാണാനിടയായത്. അങ്ങനെ ആ തട്ടുകടയിലേക്ക് കയറി. അവിടെ നിന്നും അവിടെ ശരിക്കും പറയുക പൂരിയാണ്, പൂരി കറിയുമാണ്. അവിടെ ചെന്ന് ഞാൻ 3 പൂരിയും ഒരു സെറ്റ് പൂരിയും ഒരു കറിയും ഓർഡർ ചെയ്തു. പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പാഴ്സൽ ചെയ്തപ്പോൾ വെളിയിലേക്ക് പോയിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെളിയിലോട്ടൊക്കെ പോയി അവർ പാക്ക് ചെയ്തു. 30 രൂപയുള്ളൂ. 3 സെറ്റ് 3 പൂരിക്കും അതിൻ്റെ മസാല കറിക്കും 30 രൂപയുള്ളൂ. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വെളിയിലേക്കൊക്കെ പോയി. മുഴുവൻ ഈ ധാന്യങ്ങൾ വിൽക്കുന്ന കടകളാണ്. 2 സൈഡിലും ധാന്യങ്ങൾ വിൽക്കുന്ന കടകളാണ്. 2 സൈഡിലും പലതരം വിത്തുകൾ വിൽക്കുന്ന കടകളാണ് 2 സൈഡുകളുള്ളത്. രാവിലെ ആയി, കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ.
അങ്ങനെ റൂമിൽ ചെന്ന് ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റൂം ഷിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി വാറങ്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ വാറങ്കൽ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് വലിയ ദൂരമില്ല, ഒരു 80 രൂപ ആ രീതിയിൽ ഓട്ടോ ചാർജേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സ്ഥലങ്ങളിലേക്കുള്ള വീഡിയോകളൊക്കെ ഉടൻ തന്നെ നമ്മുടെ വസുദേവ കുടുംബം എന്ന യൂട്യൂബ് ചാനൽ വീണ്ടും നിങ്ങൾക്കായി എത്തിക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഒക്കെ ഉണ്ടാവുക. സ്റ്റേഷൻ എടുക്കാറായി. എന്താ കാണുന്ന വലിയ ആർച്ച് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ